അനുഭവങ്ങളില്ലാത്ത അവസ്ഥ തന്നെയല്ലേ സ്വരൂപം? അതുകൊണ്ട് അനുഭവങ്ങളെപ്പറ്റി പറയുന്നതും മനസ്സ് തന്നെയല്ലേ? അത് അഹങ്കാരത്തെ ശക്തിപ്പെടുത്തുകയല്ലേ? അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വന്നു പോകുന്ന ഒരു പ്രതിഭാസമാണ് അനുഭവം. അനുഭവമില്ല എന്ന് മനസ്സ് പറയുന്നത് മനസ്സിൻ്റെ അനുഭവമില്ലാത്ത ഒരു അനുഭവമാണ്. പക്ഷേ ആ സമയത്തും സ്വരൂപം അവിടെയുണ്ട്. സ്വരൂപം അനുഭവമല്ല, പക്ഷേ മനസ്സിൻ്റെ ഭാഷയിൽ അനുഭവത്തിൻ്റെ അഭാവവും അല്ല. ഇങ്ങനെ പറയായിരിക്കും നല്ലത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതൊരു സിനിമയാണ്. സിനിമ കാണുന്നത് ഒരു അനുഭവമാണ് അല്ലേ? സിനിമ സ്റ്റാർട്ടാകുന്നു, പല ദൃശ്യങ്ങളും വരുന്നു, പല അനുഭവങ്ങളും അവിടെ നമുക്കുണ്ടാവുകയാണ് അത് കാണുന്ന സമയത്ത്. സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, ഇരുട്ടും വെളിച്ചവും, അങ്ങനെ പല ദൃശ്യങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ കാണുന്ന നമുക്കിതെല്ലാം അനുഭവമാണ്. പക്ഷേ ഈ എല്ലാ ദൃശ്യങ്ങൾക്കും പിന്നിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മാറ്റമില്ലാത്ത ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, ഉണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിലുള്ള ഒരു അനുഭവവും സ്ക്രീനിനെ ബാധിക്കുന്നില്ല. സിനിമയിൽ തീ കത്തുന്നുണ്ട്, സ്ക്രീൻ കത്തുന്നില്ലല്ലോ, ഇല്ല. സിനിമയിൽ മഴ പെയ്യുന്നുണ്ട്, സ്ക്രീൻ നനയുന്നുണ്ടോ? ഇല്ല. യുദ്ധം നടന്നാലും സ്ക്രീനൊന്നും സംഭവിക്കുന്നില്ല അല്ലേ? ഒരു ദൃശ്യവും ശരിക്കും പറഞ്ഞാൽ സ്ക്രീനിനെ മാറ്റുന്നില്ല, ഒട്ടും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും നമുക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സിനിമയിലെ ദൃശ്യങ്ങളെ പോലെ അത് എല്ലാം അനുഭവിക്കപ്പെടുന്നതാണ്. പക്ഷേ ഇതെല്ലാം വരാനും പോകാനുള്ളൊരു കാരണമുണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണമുണ്ട്. സിനിമയിലെ സ്ക്രീൻ എന്ന പോലെ നമ്മുടെ സെൽഫാണ് അല്ലേ? അപ്പോൾ സ്ക്രീൻ എന്ന് പറയുന്നൊരു സിനിമാ ദൃശ്യമല്ല. അതുപോലെ തന്നെ സ്വരൂപവും മനസ്സിന് ലഭിക്കുന്ന ഒരു ദൃശ്യമല്ല, മനസ്സിൻ്റെ ദൃശ്യാനുഭവമല്ല സെൽഫ്. സിനിമ അവസാനിച്ചാലും സ്ക്രീൻ അവിടെയുണ്ട്. പക്ഷേ സിനിമയിലെ ഒരു കഥാപാത്രത്തിന് കാണാൻ പറ്റില്ല. സിനിമയിലെ ഒരു കഥാപാത്രത്തിന് സ്ക്രീന് കാണാൻ കഴിയുമോ? സ്ക്രീൻ അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മനസ്സ് സാധാരണയായി അനുഭവിക്കുന്നത് ഒരു ഒബ്ജക്റ്റിനെയാണ് അല്ലേ? അതുകൊണ്ടാണ് മനസ്സിനെ ചോദിക്കുന്നത്. സെൽഫിൻ്റെ സ്വരൂപം അല്ലെങ്കിൽ സെൽഫ് എന്ന അനുഭവം മനസ്സിന് ലഭിക്കുന്ന ഒരു അനുഭവമല്ല. സ്വരൂപത്തിന് പ്രത്യേക അനുഭവമുണ്ട്, പക്ഷേ നമ്മുടെ മനസ്സ് ചിന്തിക്കുന്ന രീതിയിലുള്ള അനുഭവത്തിൻ്റെ അഭാവവും അല്ല. ഇറ്റ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് എൻ എക്സ്പീരിയൻസ് ഫ്രം ദി അണ്ടർസ്റ്റാൻഡിങ് ദ മൈൻഡ് ഹാസ്. കാരണം മനസ്സ് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിൻ്റെ അനുഭവ ലോകത്തിലല്ലല്ലോ വരുന്നത്. നമുക്ക് നമ്മുടെ നിഴൽ കാണാൻ സാധിക്കും, നമ്മുടെ നിഴലിന് നമ്മെ കാണാൻ സാധിക്കില്ല. നമുക്കൊരിക്കലും നമ്മുടെ നിഴലിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല നമ്മൾ എന്ന അനുഭവം എന്താണ് എന്നല്ലേ? പറ്റില്ല. അതുകൊണ്ടാണ് രമണ മഹർഷി ഉള്ളതു 40 പറയുന്നത്, ഹൗ ക്യാൻ വി ഐദർ കൺസീവ് ഓർ കോംപ്രിഹെൻഡ് എ ജീവൻ മുക്താസ് സ്റ്റേറ്റ് ദാറ്റ് ഈസ് മൈൻഡ്ലെസ് ബൈ അവർ മൈൻഡ്സ്. മനസ്സില്ലാത്ത അവസ്ഥയായ ഒരു ജീവൻ മുക്തൻ്റെ അവസ്ഥയെ നമ്മുടെ മനസ്സുകൊണ്ട് എങ്ങനെ സങ്കല്പിക്കാനോ മനസ്സിലാക്കാനോ കഴിയുമെന്നാണ് മഹർഷി ചോദിക്കുന്നത്. ഇത് 31ാമത്തെ വേഴ്സിൻ്റെ ഒരു പാർട്ട് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സേജിൻ്റെ, ഒരു ജീവൻ മുക്തൻ്റെ മനസ്സ് എന്ന് പറയുന്നത് മനസ്സല്ല. ജീവൻ മുക്തൻ്റെ മനസ്സ് എന്ന് പറയുന്നത് സുപ്രീം റിയാലിറ്റിയാണ്. ഇറ്റ് ഈസ് പരമാത്മ. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഒരു ജീവൻ മുക്തൻ്റെ അനുഭവം അല്ലെങ്കിൽ സ്റ്റേറ്റ് അളക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് മനസ്സ് എന്ന ഒരു ഉപകരണം കൊണ്ടാണ്. ഈ മനസ്സ് എന്ന ഉപകരണം അവിടെയില്ല. ഏതൊരു ഉപകരണമാണോ ഒരു ജീവൻ മുക്തനിൽ ആബ്സെൻ്റ് ആയിട്ടുള്ളത്, ആ ഉപകരണം വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് ആ ജീവൻ മുക്തൻ്റെ അനുഭവം, അതാണല്ലോ സെൽഫിൻ്റെ അനുഭവം എന്താണ് എന്ന്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഏത് തരം ആശയം വന്നാലും ഒരു ജീവൻ മുക്തൻ്റെ അവസ്ഥ എന്താണ് എന്നൊരു ഐഡിയയും നമുക്ക് കിട്ടില്ല, ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ ഒരു ജീവൻ മുക്തൻ്റെ അനുഭവം എന്താണ്, ആളുടെ ആനന്ദം എന്താണ്, ആളെങ്ങനെയാണ് ഈ ലോകത്തെ അറിയുക, എക്സ്പീരിയൻസ് എന്തായിരിക്കും. പക്ഷേ ഈ എല്ലാ ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഫ്രെയിം വർക്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പ്രോബ്ലം എന്ന് വെച്ചാൽ വി ആർ ട്രൈങ് ടു കൺവേർട്ട് ദ സ്റ്റേറ്റ് ഓഫ് ജീവൻ മുക്ത ഇൻ ടു എൻ എക്സ്പീരിയൻസ് ദാറ്റ് അവർ മൈൻഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അത് പറ്റുമോ? ഇല്ല. കാരണം ഈ മനസ്സില്ലാത്ത അവസ്ഥയാണ് ജീവൻ മുക്തൻ്റെ അവസ്ഥ. സ്ക്രീനിൽ സിനിമ അവസാനിക്കണം എങ്കിലും നമുക്ക് സ്ക്രീൻ കാണാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണത്. സോ ദ മൈൻഡ് ക്യാൻ നെവർ കോംപ്രിഹെൻഡ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ മൈൻഡ് വിച്ച് ഇസ് ദി എക്സ്പീരിയൻസർ ceases to exist. അതാണ് ഇവിടെ മഹർഷി പറയുന്നത്. ഹൗ ക്യാൻ വി ഐദർ കൺസീവ് ഓർ കോംപ്രിഹെൻഡ് എ ജീവൻ മുക്ത സ്റ്റേറ്റ് ബൈ അവർ മൈൻഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വല്ലാതെ ഇൻട്രസ്റ്റ് വരുമെന്ന് വിചാരിക്കുക ഈ കാര്യങ്ങളൊക്കെ അറിയാൻ. അതായത് നമുക്കൊരു ജീവൻ മുക്തൻ്റെ അവസ്ഥ അറിയണം,
നമുക്ക് സ്വരൂപത്തിൻ്റെ അനുഭവം എന്താണ് എന്നറിയണം, സ്വരൂപം ഒരനുഭവമാണോ എന്നറിയണം, അല്ലെങ്കിൽ നമ്മൾ റിയലൈസ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയണം. നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ചിന്തയാണെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം വരുന്നത് നല്ലതാണ്, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും മനസ്സിൻ്റെ തലത്തിൽ മാത്രമേ അത് കളിക്കുള്ളൂ. അതൊരു ഷാഡോ മാത്രമാണ്, ഇറ്റ് ഈസ് നോട്ട് റിയൽ. സോ വി മസ്റ്റ് റിയലൈസ് ഇറ്റ് ഇസ് എ തോട്ട്, ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. വീണ്ടും നമുക്ക് ചോദിക്കാം, ആർക്കാണ് ഈ ചിന്ത വന്നത്, ആർക്കാണ് ഈ ചോദ്യം ഉയർന്നു വന്നത്? കാരണം മനസ്സിന് എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അത് കാണണം, അല്ലെങ്കിൽ കേൾക്കണം, അല്ലെങ്കിൽ മണക്കണം, അല്ലെങ്കിൽ രുചിക്കണം, അല്ലെങ്കിൽ സ്പർശിക്കണം, ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ ചിന്തിക്കണം. ഇത്രയും ഭാവങ്ങളിൽ മാത്രമേ മനസ്സിന് ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ബ്രഹ്മൺ അല്ലെങ്കിൽ സെൽഫിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? കേനോപനിഷത്ത് പറയുന്നുണ്ട്, ദി ഐ ഡസ് നോട്ട് ഗോ ദെയർ, നോർ സ്പീച്ച്, നോർ മൈൻഡ്. വി ഡു നോട്ട് നോ ബ്രഹ്മൺ ടു ബി സച്ച് ആൻഡ് സച്ച്. ഹെൻസ് വി ആർ നോട്ട് അവെയർ ഓഫ് എനി പ്രോസസ് ഓഫ് ഇൻസ്ട്രക്റ്റിംഗ് അബൌട്ട് ഇറ്റ്. അവിടേക്ക് കണ്ണിന് എത്തിച്ചേരാനാകില്ല, വാക്കിനും മനസ്സിനും എത്തിച്ചേരാനാകില്ല. ബ്രഹ്മം എങ്ങനെയുള്ള ഒന്നാണ് എന്ന് നമുക്കറിയില്ല. ഉപനിഷത്ത് പറയുന്നേ, അതുകൊണ്ട് അതിനെക്കുറിച്ച് എങ്ങനെ ഉപദേശിക്കണമെന്ന് പോലും നമുക്കറിയില്ല. സോ വി ഹാവ് ടു സ്റ്റോപ്പ് ഓൾ ഡെഫിനിഷൻസ്. മനസ്സിൻ്റെ തലത്തിലിരുന്നുകൊണ്ട് ഇതിനെ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം. കാരണം കണ്ണിന് അവിടേക്ക് എത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? ബ്രഹ്മം ഒരു വസ്തുവല്ല, വാക്കിനോടെത്താൻ പറ്റില്ല. വാക്കുകൾക്ക് ഒരിക്കലും വിവരിക്കാൻ കഴിയാത്ത എന്തോ ഒന്നാണ് ദ സെൽഫ്. ഇതിങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല, അതിനിതാണ് രൂപം എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഗുണം ഇതാണ് എന്ന് പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും മനസ്സിന് അതിൻ്റെ ലെവലിൽ നിന്ന് മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നും പറയാൻ പറ്റില്ല വെച്ചാൽ ബ്രഹ്മത്തെ അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണോ വേണ്ടത്? അല്ല, ബ്രഹ്മത്തെ അറിയാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. പുറമേ ഉള്ളൊരു വസ്തുവിനെ അറിയുന്നത് പോലെ നമുക്ക് സത്വസ്തുവിനെ അറിയാൻ പറ്റില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. മനസ്സിനവിടെ എത്താനാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കഴിയുന്നതും വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് വേണം? ആ ചോദ്യം മനസ്സിൻ്റെ തലത്തിലുള്ളൊരു ചോദ്യമാണ് എന്ന് ഒരു ഷാഡോ നമ്മുടെ അവിടെ പതിഞ്ഞിട്ടുണ്ട്. ആ ഷാഡോന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ഷാഡോ എങ്ങനെ ചിന്തിച്ചാലും അതിനപ്പുറത്തേക്കുള്ള ഷാഡോസിലേക്ക് പോകുള്ളൂ. ഇറ്റ് ക്യാൻ നെവർ കം ബാക്ക് ടു ദിസ് സെൽഫ്. അപ്പോൾ സാധാരണ ഉപദേശം നൽകുന്ന സമയത്ത് ഗുരു എന്താ ചെയ്യുക? ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് പറയും, എക്സാമ്പിൾസിലുള്ളല്ലേ. പക്ഷേ ബ്രഹ്മം ഇവിടെ വെച്ചിട്ടില്ല. അതാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ഉപനിഷത്ത് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ശരീരമല്ല, അത് മനസ്സല്ല, ചിന്തയല്ല, വരുന്നില്ല, പോകുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ അറിയപ്പെടുന്ന എല്ലാ തരത്തിലും എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു അനുഭവമായിട്ട് തോന്നുന്നുണ്ടെന്ന് വിചാരിക്കുക. വിചാരം ചെയ്യുമ്പോൾ ബ്രഹ്മത്തെ അറിഞ്ഞു എന്നുള്ളത് തോന്നൽ വരികയാണെങ്കിൽ അപ്പം മനസ്സിലാക്കണം, അറിഞ്ഞിട്ടില്ല. കാരണം ഒരു തരത്തിലും അറിയാൻ പറ്റില്ല എന്ന് പറയുന്നതേ. അപ്പോൾ നമ്മൾ സെൽഫ് എൻക്വയറി പ്രാക്ടീസിലിരിക്കുമ്പോൾ നമുക്ക് തോന്നി ഇത് കിട്ടി, പിടി കിട്ടി. അപ്പം മനസ്സിലാക്കണം, കിട്ടിയിട്ടേ ഇല്ല, മനസ്സിന് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ, ആർക്കാണ് ഈ ചോദ്യം വരുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കണം. ഇതാണ് ഉപനിഷത് വാക്യത്തിൻ്റെ അർത്ഥവും സന്ദേശവും. അപ്പോൾ നമുക്കൊന്ന് മെഡിറ്റേഷനിലേക്ക് പോകാം. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഇനി ചിന്തകളിലേക്ക് ശ്രദ്ധ തിരിക്കാം. ചിന്തകൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. ചിന്ത വരുന്നുണ്ടെങ്കിൽ ഈ ചിന്ത ആർക്കാണ് വരുന്നത് എന്ന് അന്വേഷിക്കാം. എനിക്ക് എന്ന മറുപടി ഉള്ളിൽ നിന്ന് വരുമ്പോൾ ഞാൻ ആരാണ്? ചിന്തകൾ വരുന്നു, പോകുന്നു. എന്നാൽ ഞാൻ അവിടെ തന്നെ നിലകൊള്ളുന്നു, മാറ്റമില്ലാതെ.
വരികയും പോവുകയും ചെയ്യാതെ. സിനിമയിലെ സ്ക്രീൻ പോലെ. മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ സിനിമാ സ്ക്രീനിലെ ദൃശ്യങ്ങൾ പോലെയാണ്. ഏത് സ്ക്രീനിലാണോ ചിത്രങ്ങൾ പതിയുന്നത്, അതുപോലെയാണ് ഞാൻ എന്ന സ്ക്രീനിൽ ചിന്തകൾ അറിയപ്പെടുന്നത്. വിചാരം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളല്ല എന്നറിയുക. ആർക്കാണ് ഈ അനുഭവം? അന്വേഷിക്കുക. എനിക്ക്. ഈ ഞാൻ ആരാണ്? എവിടെ നിന്ന് വരുന്നു? ഈ ഞാൻ എന്ന തോന്നലിൻ്റെ ഉറവിടത്തിലേക്ക് കടക്കുക. വല്ല വികാരത്തിൻ്റെയും അനുഭവമുണ്ടെങ്കിൽ അതും ആർക്കാണ് എന്ന് അന്വേഷിക്കണം. കാരണം നിങ്ങൾ വികാരങ്ങളല്ല. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, ഫിലോസഫിക്കലായിട്ടുള്ള ഡൗട്ടുകൾ വന്നാലും ഇതാർക്കാണ് എന്ന് അന്വേഷിക്കുക മാത്രം ചെയ്യുക. കാരണം ആ സത്വസ്തു എന്താണ് എന്ന് മനസ്സുകൊണ്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. ആർക്കാണോ അതറിയാനുള്ള താല്പര്യം, അതിനെ അറിയാൻ ശ്രമിക്കുക. Keep your focus on the I. ഞാൻ എന്ന പോയിന്റിൽ ശ്രദ്ധ ഉറപ്പിച്ചു വയ്ക്കുക. ശ്രദ്ധ മറ്റെവിടേക്കും തിരിയാതെ ഞാൻ എന്ന പോയിന്റിൽ തന്നെ
ഉറപ്പിച്ച് വയ്ക്കുന്നതാണ് ആത്മവിചാരം. സമയമാകുമ്പോൾ പതുക്കെ കണ്ണുകൾ തുറക്കാം.